ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ജുംലയിലാണ് കേട്ടോ. ജുംലയിൽ ഇന്നലെ സ്റ്റേ ചെയ്താൽ ഇവിടെ കേട്ടോ. അതായത് ഇതൊരു എയർപോർട്ടാണ്, ജുംല എയർപോർട്ടാണ്. ഫ്ലൈറ്റ് ഒന്നും കാണില്ല കേട്ടോ. ഇതൊരു ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ. പിന്നെ അതെ നമ്മൾ ഈ ഒരു വീടില്ലേ ഇവരോട് ചോദിച്ചിട്ടാണ് ഇവിടെ ടെൻ്റ് അടിച്ചത്. നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ അപാര തണുപ്പാണ് കേട്ടോ. സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ട് എനിക്ക് പറ്റാത്തൊരവസ്ഥ. ഞാൻ മര്യാദയ്ക്കൊന്നും ഇറങ്ങിയിട്ടില്ല. എന്ത് പണ്ടാരോന്ന് എനിക്കറിയില്ല. രാവിലെ എണീച്ചപ്പോൾ -1 അതന്നെ -1 ആർന്നിട്ട്. രാവിലെ ഞാൻ ജസ്റ്റ് നോക്കി -1 ആർന്നിട്ട്. രാത്രി എത്ര ആയിട്ടുണ്ടാവും എന്നൊരു ഐഡിയ ഇല്ല. -1 ആയിരുന്നു. ഒരു പിടുത്തല്ല കേട്ടോ. ഇപ്പോൾ വെയിൽ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം വെയിലുള്ള വേണ്ടി ഇരിക്കുന്നുണ്ടാ. കാരണം ഇന്നലെ ഇവർ ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നിട്ടാ. കാരണം ഞാൻ ഇന്നലെ ഒട്ടും ഓർത്തില്ല. ഞാൻ തക്കാളി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അരിയും നമ്മുടെ ആ ദീദി തന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കാല്ലാന്ന് വെച്ചാൽ ഭക്ഷണം തന്ന്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മളങ്ങനെ സൈക്കിളൊക്കെ സെറ്റ് ചെയ്തിട്ടാ. അപ്പോൾ ഇവിടെ സൈക്കിളൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ഒരു കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ട് ഹായ് ഹായ് കരോ. നാം ക്യാ ആപ് ലോഗ് കാ? मेरा नाम विजय। अच्छा, मेरा नाम मनोज। हाय, नाम क्या है? अच्छा, आप किधर जाएगा? അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ എന്നെ ഓടിക്കളയണ്ട. അപ്പോൾ നമ്മളെ കുറച്ച് നേരം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിള്ളേർ കുറച്ച് നേരം കൂടി. ഓക്കെ, ടാറ്റാ, सी यू. अब ये एयरपोर्ट आंटा. ये एयरपोर्ट फ्लाइट कुछ नहीं है इधर? नहीं, 10 बजे आएगा. 10 बजे. ഓ 10 മണിക്കാണ് ഫ്ലൈറ്റ് വരുള്ളൂ എന്ന് പറഞ്ഞാൽ. കാണാൻ പറ്റിയെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ എന്തായാലേ ഞങ്ങൾക്ക് ഇവിടെ നേരെ റാറ പോകട്ടോ. ഞാൻ വേറൊരു സ്ഥലം കൂടി പ്ലാൻ ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര തണുപ്പാണ്. കാരണം ഡിസംബർ ആണല്ലോ. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റ് ചെയ്യാം. അതൊരു ബക്കറ്റ് ലിസ്റ്റാക്കി വെച്ചേക്കുന്നുണ്ടാ. ഇത് കണ്ടില്ലേ ഐസായിട്ട് കിടക്കണേട്ടാ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ -1 രാവിലെ നോക്കിയപ്പോൾ. ഇന്നലെ രാത്രി എന്തായിരിക്കും എനിക്കറിയില്ല കേട്ടാ. അല്ല -2, ആയിട്ട് അത് നോക്കി ഇവിടെയൊക്കെ വല്ലോക്ക് അവിടെ ഉണ്ട് കേട്ടോ വെള്ളം. അതും തണുത്ത് ഉറഞ്ഞിരിക്കണേണ്ടാ. ശരിക്കും എനിക്ക് ഒരാഗ്രഹമുണ്ട് ഷേപ്പ് ഒന്ന് പോകണമെന്ന്. കാരണം ഇപ്പോൾ ഡിസംബറാണ്. പിന്നെന്തോ അവിടെ താമസിക്കാൻ ഇപ്പോൾ ടെൻ്റ് അടിച്ച് എനിക്ക് തോന്നല്ല കേട്ടോ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന്. ഞാൻ എന്തായാലും വേറൊരു തവണത്തേക്ക് പ്ലാൻ ആക്കിയിട്ട് എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ നേപ്പാൾ വരും. ഒരിക്കലും നമ്മുടെ യാത്രകൾ ഒരിക്കലും അവസാനിക്കല്ല. നമ്മൾ ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യും. ഇപ്പോൾ വന്ന സ്ഥലങ്ങളായാലും ഒരുപാട് സ്ഥലങ്ങൾ ഓരോ സ്ഥലത്തും വിട്ടുപോയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ എന്തായാലും യാത്ര ചെയ്യും. കുറേ സ്ഥലങ്ങളുണ്ട് വിട്ടുപോയത്. കുറേയൊക്കെ നമുക്ക് കാശില്ലാത്ത സിറ്റുവേഷനൊക്കെ വന്നുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാണ്ടൊക്കെ ഇന്ന്. കാരണം നമ്മൾക്ക് ഓരോ ദിവസം കൂടുന്തോറുള്ള ബഡ്ജറ്റ് അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് പലതും അങ്ങനെ വിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മൾ ഒരു തവണയെങ്കിലും നേപ്പാൾ വരും. പിന്നെ അതേപോലെ ABC പോകാൻ പ്ലാനുണ്ട്. ABC പ്രാവശ്യം പോകാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുമെങ്കിൽ ABC എങ്ങനെയും നമ്മൾ ഒറ്റക്കാര്യം ട്രക്ക് ചെയ്ത് കയറാനുള്ള പ്ലാനിലിരിക്കുന്നുണ്ടാ. ABC ട്രൈബ്സ്. അപ്പോൾ നോക്കണം. ഇതൊക്കെ ഇതാണ് കൃഷിപ്പാടങ്ങളാണ്. കൃഷിയൊന്നും ഇട്ടിട്ടില്ലെന്ന് തോന്നണം. അതായത് ഒന്നും വിതച്ചിട്ടില്ലെന്ന് തോന്നട്ടോ. വെയിൽ വന്നിട്ടുണ്ട്. എന്നാലും നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മളെ വന്നോയ്ക്കൊരു കാഴ്ച ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു പൈപ്പ് ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിലാ വെള്ളം ഇങ്ങനെ വന്ന് കണ്ടില്ലേ. ഇവിടെയൊക്കെ ഫുള്ള് ഐസായിട്ടാ. ഇതൊക്കെ ഐസായി അതിനെ ഒടിച്ചെടുക്കാട്ടാ. ഐസാണ് ഈ കാണുന്നത്. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം. അതൊക്കെ ഐസായി. നമ്മുടെ സൈക്കിള് സ്റ്റാൻഡ് പിടിച്ചിട്ട് സ്റ്റാൻഡ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അവിടെ ചാരി വെച്ചേക്കുന്നുണ്ടാ. താഴ്ച വെള്ളം ചീറ്റുണ്ട്. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ ഫുള്ള് ഐസായിട്ടാ. നമ്മളെ ഇപ്പോൾ റാറയിലേക്കാണ് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഷോർട്ട് റൂട്ട് ഉണ്ട് കേട്ടോ. പക്ഷേ ഓഫ് റോഡാണെന്നാണ് കേട്ടത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇനി ഒരുപാട് കറങ്ങി തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ റൂട്ട് പോകാമെന്ന് വെച്ചിട്ടാ. ഇവിടെയൊക്കെ വില്ലേജ് ഉണ്ട് കേട്ടോ. എന്തെങ്കിലും എന്തായാലേ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കണം. നമ്മളെ ഇപ്പോൾ റാറയിലേക്ക് പോണ റൂട്ടിലാണല്ലോ. അപ്പോൾ വണ്ടിക്ക് ഇവിടെ ഒരു ഹായ് 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 ഹായ്. അപ്പോൾ ഇവരെ ഹായ്. അപ്പോൾ നമുക്ക് ഗ്ലാസ് ചായ എന്നിട്ടാ. ബ്ലാക്ക് ടീ ആണ്. അപ്പോൾ ഈ റൂട്ടാണ് നമുക്ക് പോകാനുള്ള. കാരണം അപ്പോൾ നമ്മൾ പോണ വഴിക്ക് റൂട്ട് ചോദിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഒരു ചായ കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നേട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് വരുന്ന പറയാടാ. നമ്മളെ ഇപ്പോൾ ചായ കുടിച്ചിട്ട് ഇറങ്ങിയണ്ട. അപ്പോൾ വന്നോയ്ക്ക് അടിപൊളി കാഴ്ചകളാണ്. കണ്ടില്ല, അടിയിൽ പാടങ്ങളുണ്ട്. പക്ഷേ എന്തോ കൃഷി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തോ വിത്ത് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതായിരിക്കും ആൾക്കാർ അവിടെ എന്തോ പണി കാര്യങ്ങളൊക്കെ എടുക്കാൻ കേട്ടാ. പിന്നെ അതേ കർണാലി റോഡ് ഒഴുകാൻ കേട്ടാ. അടിപൊളിയാണ്ടാ. തണുപ്പുണ്ട്, വെയിലുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടാ. കുറേ സ്ഥലങ്ങളൊക്കെ പോകാൻ പ്ലാൻ ഇട്ടതാണ്.
അത് പോകാൻ പറ്റിയില്ല. പിന്നെ അത് നമുക്ക് ഡോൽപ്പ പോകാനുള്ള വഴിയാണ് കാണുന്നത്. എനിക്കൊന്ന് പോകണമെന്നുണ്ട്, ഷേപ്പ് ബോക്സ് കൊണ്ടോ ഒന്ന് കയറണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ ഇന്നലെ എന്നിട്ട് നമുക്ക് ഈ ഒട്ടും പറ്റേണ്ടതല്ല, ഭയങ്കര തണുപ്പായിരുന്നു, മര്യാദക്ക് ഉറങ്ങിയിട്ടുമില്ല. അവിടെ അതിനേക്കാളും വെട്ടിയ തണുപ്പാന്ന് കേട്ടാ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളെന്തായാലും ഒരു ബക്കറ്റ്, കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണത് വേറൊന്നുമല്ല, ഒരാഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷെ എന്തായാലും നോക്കാം. പിന്നെ അതുപോലെ മേളിലൊക്കെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് കുറച്ചങ്ങ് പോകുമ്പോൾ ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ. പിന്നെ അത് ഇവർ ഈ ഗ്രാമങ്ങളിലെ ആളുകളൊക്കെ സാധനങ്ങൾ, അതായത് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകണം ഇങ്ങനെ കേട്ടോ. അതായത് മുതുകത്ത് ഇങ്ങനെ വെച്ച് കെട്ടി, അതായത് ഒരു ഇത് വയറിലും ഒരു ഇത് കയറ് നെറ്റിലും കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ താങ്ങിയായിട്ട് കൊണ്ടുപോകണം. നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർ വേറെ കൊണ്ടുപോകണം ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വെയിറ്റ് ഉണ്ട്. ഞാൻ ഒരാൾക്ക് ഒരു രീതിക്ക് പൊക്കി കൊടുത്താണ്ടാ. അതായത് മലയിൽ നിന്നൊക്കെ ഇവർ വിറക് ശേഖരിച്ച് ഒരുപാട് ദൂരം ചുമന്നിട്ടാണ് അവർ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഭയങ്കര വെയിറ്റും ഉണ്ട്, ഭയങ്കര കഷ്ടപ്പാടാണ്ട. കാരണം ഇവർക്കൊക്കെ ഇത് ശീലം, ഒരുപാട് നാളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഞാനത് പൊക്കി കൊടുത്തപ്പോഴാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് മനസ്സിലായിട്ടാ. ഇല്ല, ഇതാണ്ട റോഡ്, നമ്മളെ പോണ റോഡ് ഇതാണ്ടാ. റോഡ് ഭയങ്കര ഫുൾ ഓഫ് റോഡാണ്. പലയിടത്തും ഇതിനേക്കാളും ഭയങ്കര മോശം റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഞാൻ അപ്പം വന്നോയ്ക്ക് മാഗി മേടിച്ച്, വേറെ ചോറ് ഉണ്ടാക്കാമല്ലാന്ന് വെച്ച്, നല്ല വിശപ്പുണ്ടാകുന്നു ഇപ്പം. അപ്പോൾ മാഗി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാ പോണേക്കോട്ടെ നിർത്തിയിട്ട് മാഗി ഉണ്ടാക്കാം. അടിയിൽ കൂടെ നമ്മുടെ കർണാലി റിവർ കണ്ടുപിടിക്കണം. എന്നാലും അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ തണുപ്പുണ്ട് കേട്ടോ. രാത്രി ഭയങ്കര തണുപ്പാണ്. റാറയിലും അത്യാവശ്യം മൈനസ് ആയിരിക്കും രാത്രിയിലൊക്കെ. ഈ ഷേപ്പ് ബോക്സ് കൊണ്ടോ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ. അതെനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസത്തെ ട്രക്കിംഗ് ഉണ്ട് ശരിക്കും അങ്ങാടേക്ക് തന്നെ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ടൈമിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് അവിടെ ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല, തണുപ്പ് -13 വരെ വരുന്നുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് ഒരു ഹോട്ടൽ എടുക്കാനുള്ള ത്രാണി ഇല്ല ഇപ്പം. അവിടെ റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഭക്ഷണത്തിനൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ. ഭക്ഷണം നമ്മൾ ഉണ്ടാക്കാൻ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ്. എന്നാലും കണ്ടില്ലേ ഇതൊക്കെ ഐസായിട്ട് കിടക്കണേ കേട്ടാ. കണ്ടില്ലേ ഇപ്പോഴും ഐസ് മാറിയിട്ടില്ല. അതായത് തണുപ്പുണ്ട് ഇപ്പോഴും, ഐസ് ഉരുക്കൊണ്ടിരിക്കണേ ഈ ഒരു വെയിലത്തെ. ഇവിടെ അത്യാവശ്യം വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാം അടച്ചിട്ടേക്കണം, എല്ലാം അടച്ചിട്ടേക്കണല്ലേ. നമ്മൾ ഇപ്പോൾ വന്നപ്പോൾ ഒരു വില്ലേജ് കിട്ടിയടാ. ഇത് ഉറുത്തു ചൗത്ര എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബസാറാണിത്. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം പച്ചക്കറി കാര്യങ്ങളുണ്ടായി. നമ്മളെ വന്നോയ്ക്ക് മാഗി മേടിച്ചല്ല, സാധനം തിന്നാറ്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണ 2x പ്രൈസ് ചെയ്യാണ്ട 3 എണ്ണം മേടിച്ച് കലക്കി കഴിഞ്ഞപ്പോൾ അറിയണം ഇത് മിക്കാറ് എരിഞ്ഞ് ചാവും തോന്നട്ടാ. നമ്മൾ വേസ്റ്റ് ഒന്നും കളയണ്ട, വേസ്റ്റൊക്കെ നമ്മൾ പോണേക്ക് കളയുള്ളൂ കേട്ടോ. 2x പ്രൈസ് ചെയ്യാട്ടാ. അപ്പോൾ എന്തായാലും ഞാൻ ഇത്തിരി വെള്ളം കൊട്ടിക്കളായിട്ട് നമ്മുടെ ഇത്തിരി നോർമൽ വെള്ളം ചേർക്കാനാന്ന് വെച്ചു. ഭയങ്കര ഒരു ബൈക്കോട്ടാ. പക്ഷെ എൻ്റെ പൊന്നെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചാൽ. എന്തായാലും മാഗി ഉണ്ടാക്കി കഴിക്കലാന്ന് വെച്ചാൽ വേറെ ഇനിയിപ്പോൾ ചോറ് ഉണ്ടാക്കാൻ ടൈം എടുക്കും. എന്തായാലും നമുക്ക് പോകണമെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാക്കാട്ടാ. അടിപൊളിയാണ് ഇവിടെ, നല്ല തണുപ്പുണ്ട്. കണ്ടില്ലേ ചെറിയൊരു അരുവി ഒഴുകാൻ കേട്ടാ, നല്ല അടിപൊളി കാഴ്ചയാണ്. പിന്നെ അത് ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഇടന്ന് ഇറക്കാട്ടാ. വീടല്ലോ കണ്ടില്ലേ നല്ല അടിപൊളി കാഴ്ച കേട്ടോ. അവിടെ ഒരു വെള്ളം ഇങ്ങനെ ലീക്കാണ് കേട്ടോ. അവിടെ ഫുള്ളും മഞ്ഞായിട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ അടിപൊളിയാണ്ടാ. നല്ല തണുപ്പായിട്ടാ വെള്ളത്തിൽ. ആ പാത്രമൊക്കെ ഈ വെള്ളത്തിലാണ്. ഇല്ലേ ഇതെനിക്ക് തോന്നുന്നു നേരെ ഒഴുകി ചെല്ലണ കർണാലി റിവറിലേക്കാണ് കേട്ടോ. അടിപൊളി കാഴ്ചയാണ്. ഒന്നില്ല ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യരില്ല, നമ്മൾ തനിച്ച് മാത്രം. പിന്നെ ദേ അവിടെ നമ്മുടെ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാട്ടാ. ഇപ്പോൾ ആ ഒരു സൈഡിൽ വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഒന്നും വെയിലടിക്കാത്തതുകൊണ്ടേ തണുപ്പുണ്ട്. കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഫുള്ള് മഞ്ഞായിട്ടാ. അതായത് ഉറച്ചു പോയി. ഞാൻ ഈ കല്ലിങ്ങനെ എടുത്ത് ഇല്ല ചെറിയൊരു കല്ലെടുത്തിട്ടേ ഇങ്ങനെ നോക്കാടാ. അതില് അവിടെ ആ പൈപ്പ് ലീക്കുണ്ട് കേട്ടോ. ആ പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീണ് മരത്തിൽ ഇങ്ങനെ ഉറച്ചു പോയിട്ടാ. അടിപൊളി കാഴ്ച. നമ്മുടെ അതവിടെ തീ കുറച്ചാ വെച്ചേക്കണം. അങ്ങനെ പോയി നോക്കാട്ടാ എന്തായിരുന്നു. ഞാനേ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, സ്പൈസി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എരിഞ്ഞ് ചാവും. നമ്മുടെ തണുത്തുള്ള ഇരിക്കണം, എന്തായാലും പറയാൻ പറ്റില്ല, എരിവല്ലേ. എന്തായാലും പയ്യെ യാത്ര ചെയ്യാട്ടാ. പിന്നെ എവിടെയെങ്കിലും നമുക്ക് ഹോൾട്ട് ചെയ്യാനുള്ള സ്ഥലം നോക്കണം. വില്ലേജൊക്കെ ഉണ്ടാവും തോന്നട്ടെ പോണ റൂട്ടിൽ. നെറ്റ്വർക്ക് ഇല്ലാട്ടെ ഇവിടെ, അതാണ് ഒരു പ്രശ്നം. പോണ വഴിക്ക് ഉണ്ടാവണം.
പിന്നെ അതേപോലെ നമ്മുടെ ഇവിടെ 2 സിമ്മുള്ളൂ കേട്ടോ നേപ്പാളിൽ. ഒന്ന് NTCയും ഒന്ന് എൻസെലും. ഞാൻ എടുത്തേക്കണ എൻസെലാണ്. നിങ്ങൾ ഗ്രാമങ്ങളിലൊക്കെ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ NTC എടുക്കണേട്ടല്ലോ. കാരണം ഗ്രാമങ്ങളിൽ കൂടുതലും നെറ്റ്വർക്ക് ഉള്ളത് NTC എന്ന് പറയുന്ന നെറ്റ്വർക്കിനാട്ടോ. എൻസെലിന് കുറവാണ്. പിന്നെ സിറ്റി അത്യാവശ്യം സ്ഥലങ്ങളിൽ എൻസെലിനായിരിക്കും കൂടുതൽ. എന്നാലും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യണ എൻസെലാണ്. ഇവിടെയുള്ള ആൾക്കാർ NTC ആണ് യൂസ് ചെയ്യണം. ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞ അറിവാട്ടോ. അതാണ് നമുക്ക് റേഞ്ച് ഇല്ലാത്തത്. തിളച്ച് പന്നുണ്ട് കേട്ടോ. എരിയാതെ വലിയ എരിവുണ്ടാതിരുന്നാൽ മതി. പക്ഷെ എല്ലാ മസാലയും കൂടി ഇട്ടും പോയി, അതാണ് പ്രശ്നം. ഇത് കളർ കണ്ടിട്ട് എന്തൊരു പേടിയാണ്. അങ്ങനെ നമ്മൾ മാഗി ഉണ്ടാക്കി കേട്ടോ. മാഗി ഉണ്ടാക്കി ഇവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണം. നല്ല അടിപൊളിയാട്ടോ. ഈ ഒരു ചെറിയൊരു ഫ്രിഡ്ജ് കണ്ടില്ലേ, അവിടെ ഇങ്ങനെ ഇരുന്നിട്ടാട്ടോ മാഗി കഴിക്കണം. അടിപൊളി നല്ല എരിവുണ്ടോ മാഗിക്ക്. ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചാൽ എന്നാലും എരിവുണ്ട്. സ്പൈസി ആണല്ലോ. 2x ആണ്. ഇത് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാട്ടാ, ലേറ്റ് ആക്കണ്ട. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. അപ്പോഴേ വന്ന കഴിച്ചിട്ടില്ലേ. ഇവിടെ ശരിക്കും ഒരു വെള്ളം ഒഴുകി വന്നുണ്ട്. അത് ഫ്രീസായി കിടക്കണേണ്ട. ശരിക്കും ഇത് ഒഴുകി നേരെ ഈ അരുവിയിലേക്കാണ് പോണത്. കണ്ടില്ലേ, ഫ്രീസായിട്ട് കണ്ടില്ലേ ഇറ്റിറ്റ് വീഴണ്ട അടിയിൽ. ഭയങ്കര തണുപ്പാണ്ട് ഇപ്പോൾ. ഭയങ്കര തണുപ്പുണ്ട് അത്യാവശ്യം. അവിടേക്ക് വെയിൽ കാണുന്നുണ്ട്. എന്തായാലേ അങ്ങോട്ടേക്ക് പോകട്ടെ. ഈ റൂട്ടിൽ വീടുകളൊന്നും ഇപ്പോൾ കണ്ടില്ല. ആകെ വന്നൊക്കെ ഒരു വില്ലേജ് ഉണ്ട്. ഇനി പോണേക്കൊക്കെ ഉണ്ടാവും കേട്ടോ. സൈക്കിളേ ചവിട്ടിയില്ല. ഞങ്ങളല്ല 2-3 ദിവസം കൊണ്ടാണെന്ന് അറിയില്ല, ചവിട്ടാത്തോണ്ടാണെന്ന് അറിയില്ല. ഞാൻ എന്താ പുറകിലൊരു പയ്യനുണ്ട്. പുള്ളി അവിടെ ആടിനെ മേയ്ക്കണേട്ടാ. സംസാരിക്കാൻ പറ്റില്ല, നാവൊക്കെ ഒഴിയാണ്ട്. ഇതാണ്ടാ റൂട്ട്. ഫുള്ള് ഇങ്ങനത്തെ റോഡാണ്ടാ. ഇതിനേക്കാളും മെയിനായിട്ട് റോഡുണ്ട്. വന്നൊഴിക്കാൻ കണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ ബ്ലാക്ക് ഐസൊക്കെ ഉണ്ട് കേട്ടോ. റോഡിൽ ഫുള്ള് അത്യാവശ്യം ഉണ്ട്. തെന്നി വീണ പ്രാവശ്യം പടവനടിച്ചാൽ പറയില്ല. തള്ളിയാൽ കൊണ്ടുപോകണം. ഇനിയിപ്പോൾ ഇവിടെ വല്ല വില്ലേജ് കാര്യങ്ങളുണ്ടോയെന്ന് അറിയില്ല. പിന്നെ നെറ്റ്വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സംസാരിക്കുമ്പോൾ നാവ് ഒഴിയണ്ട കേട്ടോ. ഞാനിപ്പോൾ വെള്ളം കുടിച്ചേ. നല്ല തണുത്ത വെള്ളമാണ്. മരവിച്ചിങ്ങനെ വെള്ളം ഉണ്ടേ. കാണാൻ അടിപൊളിയാണ്ടാ. നല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ. അപാര തണുപ്പുണ്ട്. ഇപ്പൊ തള്ളിക്കൊണ്ട് നടക്കാതെ കുറേ നേരം കേട്ടോ. കഴിച്ച ഫുഡൊക്കെ ദഹിച്ചു പോയി തോന്നണേ. നല്ല തണുപ്പാണ് കേട്ടോ. അപാര തണുപ്പാണേ. പിന്നെ റോഡ് കണ്ടില്ലേ നിങ്ങൾ. ഇപ്പോൾ ഒരു വണ്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നായിരുന്നു കേട്ടോ. ആ വണ്ടി പോയി. എല്ലാ വണ്ടിയും തന്നെ കയ്യാൻസിങ്ങിന് പോകാറുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ആകുമ്പോൾ നല്ല റേറ്റ് ചോദിക്കും. കാരണം റോഡ് ഭയങ്കര കണ്ടില്ലേ, ഭയങ്കര മോശമാണ് കേട്ടോ. നമുക്ക് മറ്റേ വഴി തന്നെ പോയാൽ മതി അത് തോന്നുന്നുണ്ട് ഇപ്പോൾ. കാരണം തള്ളിക്കൊണ്ടാണ് നമ്മൾ പോണ. ഒരുപാട് ദൂരം ഇപ്പോൾ തള്ളാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ദിവസം തൊട്ട് ഇപ്പോൾ ഏകദേശം 3 ദിവസമായിട്ട് നമ്മൾ തള്ളിക്കൊണ്ട് നടക്കണമായിരുന്നു. ഇപ്പോൾ ഇന്നും എന്തായാലും നോക്കാം. ചവിട്ടിയിട്ട് ഇറങ്ങാനില്ല കേട്ടോ. കാരണം അങ്ങനത്തെ റോഡാണിത്. കണ്ടില്ലേ, ഫുള്ള് ഫ്രീസായിട്ടിരിക്കണ്ട്. ഇതൊരു കുടിവെള്ളമാണ്. അതിങ്ങനെ ഇവർ കണക്ട് ചെയ്ത് വന്നേക്കണ കേട്ടാ. പക്ഷെ എൻ്റെ പൊന്നോ, ഇവിടേക്ക് ഐസായിട്ട് എടുക്കണേണ്. നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. അപ്പാര തണുപ്പാണ്. അവിടെയൊക്കെ വെയിലടിക്കണ്ട് മേല്. പക്ഷെ ഇവിടെയൊന്നും വെയിലടിക്കാറില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് മെൽറ്റായേട്ടാ ശരിക്കും. അവിടെ ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇന്ന് നമ്മൾ അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും. ഇപ്പം തന്നെ ഏകദേശം 3 മണി ആറായിട്ടാ. ഇനി പോകണമെങ്കിൽ എവിടെയെങ്കിലും വില്ലേജ് കാര്യങ്ങൾ കിട്ടുക ഒന്നും ഒരു ഐഡിയ ഇല്ല. വേറൊന്നും കൊണ്ടല്ല, ഒന്നാമത്തെ കേസ് നമ്മൾ ടെൻ്റ് അടിച്ചിട്ട് നമുക്ക് ഒട്ടും പറ്റിയില്ലെങ്കിൽ നേരെ വില്ലേജിലേക്ക് ഏതെങ്കിലും വീട്ടിലുകാരോട് ചോദിച്ചിട്ട് കിടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം. കാരണം വേറൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോട്ടാ. അതാണ്. എന്നാലും എവിടെയെങ്കിലും എനിക്ക് ടെൻ്റ് അടിച്ചാൽ ഞാൻ ഹാപ്പിയാണ്. ഞാനിപ്പോൾ ഇവിടെ ആണെങ്കിലും അവിടെ ആണെങ്കിലൊക്കെ ടെൻ്റ് അടിക്കും, ഹാപ്പിയാണ്. പക്ഷേ രാത്രി തണുപ്പ് പറ്റിയില്ലെങ്കിൽ നമുക്ക് ഓടിക്കയറണ്ടേ. എന്നാലും നമ്മൾ ടെൻ്റ് അടിക്കും. പോകണമെങ്കിൽ എവിടെയും ടെൻ്റ് അടിക്കാം. അടുത്ത വില്ലേജൊക്കെ ഉള്ള അടുത്തതാണെങ്കിൽ ടെൻ്റ് അടിക്കാം. കാരണം അതാകുമ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ പെട്ടുപോകും. ഈ കാണാണ്ട ബ്ലാക്ക് ഐസ് എന്ന് പറയണത്, അതായത് നമ്മൾ അറിയൂല കേട്ടോ. റോഡ് സൈഡ് നമ്മൾ വണ്ടിയിലൊക്കെ സ്പീഡിൽ വരുമ്പോൾ അറിയില്ല, പിടിച്ചാൽ കിട്ടൂല, തെന്നി അങ്ങ് പോകട്ടാ. കണ്ടില്ലേ കാണേട്ടാ. കണ്ടില്ലേ ഇവിടേക്ക് ഈ ഒരു മണ്ണ് ഇവിടേക്ക് ഉണ്ട് കേട്ടോ ബ്ലാക്ക് ഐസ്. അതാണ് തോന്നണ്ട, എനിക്കും അതായിട്ടാണ് തോന്നുന്നത്. കണ്ടില്ലേ, അറിയണല്ലോ കേട്ടോ ശരിക്കും. എന്താണ് ഐസാണിത്, കണ്ടില്ലേ ഐസാണ് ഈ കാണാൻ. തെന്നുണ്ട് കേട്ടോ, സൈക്കിൾ വെച്ചിട്ടേ തെന്നുണ്ട്. ഇതാണ് ബ്ലാക്ക് ഐസ് കേട്ടോ ശരിക്കും. ഇതൊക്കെ ഐസാണ് കേട്ടോ, ഐസായതാണ്. നമ്മൾ വണ്ടിക്കൊക്കെ വരുമ്പോൾ സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ പണിയാവട്ടാ. നമ്മൾ പെട്ടെന്ന് അറിയൂല, പിന്നീട് നമ്മൾ വണ്ടി കയറി ഒരു പാളുമ്പോഴാണ് അറിയുള്ളൂ കേട്ടോ സംഭവം എന്താണെന്ന്. നമ്മളെ വന്നവഴിക്ക് വേറൊരു കാഴ്ച കൊണ്ട് കണ്ടേട്ടാ. അതിനാണ് നിങ്ങളിലൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട്. എനിക്ക് ഒരു കാണ പോലെ ഉണ്ടാവും ഇവിടെ നിന്ന് വെള്ളം ഇങ്ങനെ അവർ കണക്ട് ചെയ്തിട്ടുള്ളൂ. ചെടിയാണല്ലോ, എൻ്റെ ഷൂ കയറിയിരിക്കണേ, അകത്ത് വെള്ളം കയറി ഉറപ്പ്. കണ്ടില്ലേ
അവിടെയൊക്കെ ഓരോ ഇതുണ്ട് കേട്ടോ. അതായത് അവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് വന്നത്. അതിൻ്റെ ഉള്ളിലൊരു പങ്ക പോലത്തെ ഒരു ഇതുണ്ട്. കാരണം വെള്ളം കണക്ട് ചെയ്ത് പോകാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, പിന്നെ അത് ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം ഒരു ചെറിയൊരു ഇതുപോലെ വന്നിട്ട് ഇത് കുടിവെള്ളം ഉണ്ടോ ശരിക്കും, കുടിവെള്ളമാണിത് കണ്ടില്ലേ. ആളുകളൊക്കെ യൂസ് ചെയ്യണം ഈ വെള്ളം തന്നെ കേട്ടോ. ഞാൻ ഇങ്ങനെ ജസ്റ്റ് വന്നപ്പോൾ കണ്ടു ഇവിടെയും അതേപോലെ കട്ട പിടിച്ചിട്ടുണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. സംഭവം കൊള്ളാട്ടോ. പക്ഷെ ഇതെന്താണെന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല. അതിൻ്റെ ഉള്ളിൽ എന്താ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് ലോക്ക്ഡൗൺ കേട്ടോ ഒന്നില്ലേ. പിന്നെ അതേപോലെ തന്നെ വന്ന വഴിക്ക് ഓരോ വാട്ടർ ക്രോസിംഗ് ഉണ്ട്. അതേപോലെ ഒരു ബ്രിഡ്ജ് ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ആളുകൾക്ക് നടന്നു വരാൻ വേണ്ടി ബ്രിഡ്ജും പിന്നെ വണ്ടികൾക്കൊക്കെ പോകാൻ വേണ്ടി കേട്ടത്. കാരണം ഇവിടെ ഒരു വാട്ടർ ക്രോസിംഗ് ഉണ്ട്. ഇതിൽ കൂടെ നടന്നു പോകാൻ പറ്റൂല. അതില്ലേ അതിന് ഞാൻ പറയില്ലേ ഇതിൻ്റെ ഉള്ളിലൊരു പങ്കയുണ്ട്. കാരണം വെള്ളത്തിൻ്റെ ഫോഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി, അതായത് അവിടെ നിന്ന് വന്ന വെള്ളം കുറച്ചും കൂടെ ഫോഴ്സിൽ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യണം. അതില്ലേ ശരിക്കും സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂട്ടാൻ തന്നെയാണ്. അതായത് ആ ഒരു ഇത് കറങ്ങുമല്ല, അതിൻ്റെ ഉള്ളിലൊരു മിഷൻ ഉണ്ട്. മിഷൻ പോലത്തെ സംഭവമുണ്ട്. മിഷനല്ല, എന്താ പറയുക, പൊടിയില്ല. അതായത് റൈസ് ആട്ടി പൊടിയാക്കാനുള്ളൊരു ഇതാണ്ട. അത് വെള്ളത്തിൻ്റെ പവർ കൂടി ആ ഒരു പങ്കയിൽ കറങ്ങി സ്പീഡ് കൂടും. ആ ഒരു ഇതിലാണ്, പ്രക്രിയയിലാണ് അരി പൊടിച്ച് പൊടിയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു ദീദി ഉണ്ടായിരുന്നു. പക്ഷെ ആ ദീദിനോട് ഞാൻ ചോദിച്ചൊന്ന് കാണിക്കണമെന്ന്. പക്ഷെ അവർക്ക് നേപ്പാളി മാത്രമേ അറിയുള്ളൂ, എനിക്ക് ഹിന്ദി കുറച്ചേ അറിയുള്ളൂ. ഞാൻ പറയണതും അവർ പറയണതും മനസ്സിലായില്ല. അവർ ലോക്ക് ചെയ്തിട്ട് പോയി കളി. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ അത് ഞാൻ കാണിക്കണമെന്ന് ചോദിച്ചാണ്ടാ. കയറ്റം കയറി ഇങ്ങനെ വന്നേണ്ടാ. ഞാൻ നിരങ്ങിയാണ് തളവണ. ഭയങ്കര രീതിയിൽ ടയർഡായി. ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം ഉണ്ടാക്കാനും പറ്റിയില്ല. ഒരവസ്ഥ. ടെൻ്റ് അടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പുണ്ടാട്ടെ. ഇപ്പോൾ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ രാത്രി ആകുമ്പോൾ എന്താവുമെന്നൊരു ഐഡിയ ഇല്ല. ഒരു രക്ഷയില്ലെങ്കിൽ അവസാനം ടെൻ്റ് അടിക്കുക, എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ. ഹായ് ഭയ്യ. നമ്മളെ ഇന്ന് വന്നേക്കണത്, അതായത് നമ്മളിപ്പോൾ ഉള്ള നേപ്പാളിലെ ഒരു ഗ്രാമത്തിലാണ്. ഈ ഗൗക്കാ നാം ക്യാ ഹൈ ഭയ്യ? പട്മട എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നല്ല രീതിയിൽ ടയേർഡായി. നമുക്ക് സൈക്കിൾ ഓട്ടാൻ പറ്റില്ല. അപ്പോൾ ഭക്ഷണവും കഴിച്ചിട്ടില്ല ഉച്ചക്ക്. അപ്പോൾ വൻവയ്ക്ക് നല്ല രീതിയിൽ തണുപ്പുണ്ട്. എവിടെയും നമുക്ക് ടെൻ്റ് അടിക്കാനും പറ്റില്ല. അപ്പോൾ വൻവയ്ക്ക് ഭയ്യാനെ കണ്ടിട്ടാ. ഹായ് ഭയ്യ, ആപ്കാ നാം? जनत थापा. अच्छा अच्छा. അപ്പോൾ അദ്ദേഹത്തിന് അസ്കർ. അപ്പോൾ പയ്യ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കേട്ടോ. ഇപ്പം ഏകദേശം ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ട ബയ്യയുടെ വീട്, ചെറിയൊരു വീടാണ്. ആപ്കാ ഗർ ഹൈ? ആപ്കാ മകാൻ ഹൈ? घर आपका घर है आपका मकान? अच्छा अच्छा. आलके नेपाली रोल हिंदी. आपको हिंदी आता है? नहीं. अच्छा. आपके हिंदी അറിയില്ല. നമുക്കാണെങ്കിൽ ഹിന്ദി കുറച്ച് അറിയുള്ളൂ. मैं तो हिंदी कम आते हैं. हिंदी ആൾ ഹിന്ദി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പറയണം. നേപ്പാളി അറിയുള്ളൂ. പക്ഷെ എനിക്ക് നേപ്പാളി അപ്പോൾ എനിക്ക് നേപ്പാളി അറിയില്ല കേട്ടാ. അപ്പം ഞാൻ മന്നോയ്ക്ക് ആളോട് ചോദിച്ച് എനിക്ക് താമസിക്കാൻ കുറച്ച് എന്തെങ്കിലും സ്പേസ് വരുമെന്ന് വെച്ചപ്പോൾ ആൾ സന്തോഷത്തോടെ നമ്മളെ വിളിച്ചേട്ടാ. ഇതായിട്ട് നമ്മുടെ ആ ചെറിയൊരു വീടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതേ ഭക്ഷണം ഉണ്ടാക്കാണ്ട് ഭക്ഷണം തരാമെന്ന് പറഞ്ഞേട്ടാ. ഭയ്യ നമുക്ക് വേണ്ടി ആലു, അതായത് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി തരാൻ പോകേട്ടാ. അപ്പോൾ ഉരുളക്കിഴങ്ങ് അരിയാണ് ഒഴിക്കോട്ടാ. ആലു हाँ मैं खाएगा आलू. ना होता खाएगा होता अपना ठाउँ. अच्छा अपना ठाउँ आलू होता. आलू हाँ हिंदी में आलू. ये क्या बोलेगा नेपाली? आलू. കുറേ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ പുള്ളി പറഞ്ഞത് ഇതിനെക്കുറിച്ചാണ്. എന്താ പറയണത് കണ്ടില്ലേ, ഹരിയാന കണ്ടില്ലേ. അപ്പോൾ അവിടെ ചോറ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. ഹായ് ദീദി. ഹായ്. ആപ്കാ നാം? आपका नाम क्या है? नाम മോത്തിപ്പുര. ജുംല. അപ്പം നമ്മൾ പറഞ്ഞപ്പോൾ അപ്പോൾ ഭക്ഷണമൊക്കെ തന്ന് താങ്ക് യു. അപ്പം എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാം. അടുത്തൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.